ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ സംസാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മൻ പൊളിറ്റിക്സിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ജർമ്മൻ പൊളിറ്റിക്സിനെ പറ്റി എന്തുകൊണ്ട് ഇപ്പൊ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ജർമ്മനിയുടെ ഒരു പീക്ക് ടൈമാണ് പ്രശ്നങ്ങളുടെ കേട്ടോ. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ February 23, 2025 ഒരു സ്നാപ്പ് ഇലക്ഷൻ നടക്കാൻ പോവാണ്. ഈ സ്നാപ്പ് ഇലക്ഷൻ എന്നൊക്കെ പറയണത് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് റൂളിംഗ് പാർട്ടി ഏതൊക്കെയാണെന്ന് എടുത്തു നോക്കാം. ഇപ്പൊ നമ്മുടെ കറണ്ട് റൂളിംഗ് പാർട്ടി എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 പാർട്ടീസ് ചേർന്നിട്ടാണ് നമ്മുടെ ജർമ്മനിയിൽ ഇപ്പോൾ ഒരു റൂളിംഗ് പാർട്ടി ആയിട്ട് എന്താ പറയാ പോയിരുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ റൂളിംഗ് പാർട്ടി എന്ന് വെച്ചാൽ ഒറ്റ പാർട്ടിയാണ്. ഇപ്പൊ BJP അല്ലെങ്കിൽ ഏത് പാർട്ടി ആയാലും ഒറ്റ പാർട്ടിയാണ്. പക്ഷെ ജർമ്മനിയിൽ എന്ന് പറയുന്നത് അങ്ങനെ ഒറ്റ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടാത്ത കാരണം ഏതെങ്കിലും കുറച്ച് പാർട്ടീസ് കൂടി ചേർന്നിട്ട് അവരുടെ നയതന്ത്രങ്ങളും കാര്യങ്ങളും സിമിലർ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവര് 3 പേര് അല്ലെങ്കിൽ 2-3 പേര് ചേർന്നിട്ടാണ് ഒരു കോറിലേഷനിലാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു റൂളിംഗ് ഗവൺമെന്റ് ഫോം ചെയ്യണത്. അപ്പൊ അതുപോലെ റൂളിംഗ് ഗവൺമെന്റ് ആയിട്ട് ഫോം ചെയ്തിരുന്ന പാർട്ടിയാണ് ഈ പറഞ്ഞ ട്രാഫിക് ലൈറ്റ് പാർട്ടി എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ട്രാഫിക് ലൈറ്റ് എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കളറാണ് കേട്ടോ. ഇപ്പൊ 3 പാർട്ടീസ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പാർട്ടിയാണ് SPD എന്ന് പറയുന്നത്. SPD എന്ന് പറയുന്നുണ്ടെങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി. ഇനി രണ്ടാമത്തെ പാർട്ടിയാണ് ഫ്രീ ഡെമോക്രാറ്റിക് പാർട്ടി. മൂന്നാമത്തെ പാർട്ടി എന്ന് പറയുന്നതാണ് CSU എന്ന് പറയുന്നത്, ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ എന്ന് പറയുന്നത് പാർട്ടി. ഇപ്പൊ ഈ പാർട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ 2 പേരുണ്ട്. ബയണിലാണെന്നുണ്ടെങ്കിൽ ഇവർ ക്രിസ്ത്യൻ സോഷ്യൽ പാർട്ടി എന്ന് അങ്ങനെയാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് CSU എന്ന് പേരുണ്ട്, CDU എന്നും പേരുണ്ട് കേട്ടോ. അപ്പോൾ ഈ 3 പാർട്ടീസ് ചേർന്നിട്ടായിരുന്നു നമ്മുടെ ഗവൺമെന്റ് റൺ ചെയ്തു പോരുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ ഇവരുടെ നയങ്ങളിലൊന്നും ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും ഡിസ്പ്യൂട്ട്സും കാര്യങ്ങളായ കാരണം നമ്മുടെ ഗവൺമെന്റ് കംപ്ലീറ്റ്ലി കൊളാപ്സ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കൊളാപ്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇപ്പോഴത്തെ ചാൻസലർ ഒലാഫ് ഷ്ലോസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വോട്ട് ഓഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ വോട്ട് ഓഫ് കോൺഫിഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാർലമെന്റിലുള്ള എല്ലാവർക്കും നമുക്ക് ഈ പറഞ്ഞ ഒരാളെ വീണ്ടും എലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യണുണ്ടോ എന്ന് വീണ്ടും എന്താ പറയുക ഒരു പോള് പോലെ നടത്താൻ പറ്റും. അപ്പൊ ഈ ഒരു വോട്ട് ഓഫ് കോൺഫിഡൻസ് നമ്മുടെ ചാൻസലർ പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മുടെ ചാൻസലർ ദയനീയമായിട്ട് പൊട്ടുകയാണ് ചെയ്ത്. അപ്പോൾ ഇതിന് ശേഷം നമ്മളിപ്പോൾ ഇനി ഉണ്ടാവാൻ പോണതാണ് നമ്മുടെ ഈ പറഞ്ഞ സ്നാപ്പ് ഇലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്നാപ്പ് ഇലക്ഷൻ നടക്കാൻ പോകുന്നത് February 23 ആണ് കേട്ടോ. സോ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് ഈ ഒരു എലക്ഷൻ എല്ലാവരുടെയും ശ്രദ്ധയിൽ പെട്ടു എന്നുള്ള കാര്യം നമ്മൾ മെയിൻ ആയിട്ട് പറയാം. മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പാർട്ടീസിന്റെ ഓരോ പ്രഖ്യാപനങ്ങളാണ് കേട്ടോ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിനു മുന്നേ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരേണ്ട ഒരു കാര്യമുണ്ട്. എന്തൊക്കെ പാർട്ടീസ് ഈ ജർമ്മനിയിലുള്ളത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ BJP, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണ പോലെ ഈ പറഞ്ഞ ജർമ്മനിയിൽ ഏതൊക്കെ പാർട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാവുന്നവർ വളരെയധികം കുറവായിരിക്കും, എനിക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പാർട്ടീസ് എല്ലാവരും പെട്ടെന്ന് തന്നെ പരിചയപ്പെടുത്തി വരാൻ പോണേ കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യത്തെ പാർട്ടിയിലോട്ട് പോകാം. ആദ്യത്തെ പാർട്ടി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ SPD ആണ്. SPD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി. അപ്പൊ ഇതാണ് കറന്റ് ഇപ്പോൾ റൂളിംഗ് ഗവൺമെന്റിലുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത്. കറന്റ് റൂളിംഗ് ഗവൺമെന്റ് എന്ന് പറയാൻ പറ്റില്ല, ഓൾറെഡി കൊളാപ്സ് ആയി. അപ്പൊ അതിലുള്ള ഒരു പാർട്ടിയാണ് ഇപ്പോഴത്തെ ഈ ഒരു SPD എന്ന് പറയുന്ന പാർട്ടി. അപ്പൊ ഈ പാർട്ടിയുടെ നേതാവ് എന്ന് പറയുന്നത് നമ്മുടെ ഒലാഫ് ഷ്ലോസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ് ഇപ്പോഴത്തെ കറന്റ് ചാൻസലർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുകയാണെങ്കിൽ ആള് പറയണത് നോർമൽ പീപ്പിളിന് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടി എന്നാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരനിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു പാർട്ടി എന്നാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ആ പാർട്ടിയിലെ മെയിൻ കാര്യങ്ങളും ഹെൽപ്പും കാര്യങ്ങളെല്ലാവരും ലേബർ റൈറ്റ്സിനും പിന്നെ എക്കണോമിക് സ്റ്റെബിലിറ്റി അങ്ങനത്തെ കുറെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പാർട്ടി മെയിൻ ആയിട്ട് ലക്ഷ്യം വെക്കുകയാണ്. ഇനി അടുത്തതായിട്ടുള്ള പാർട്ടി എന്ന് പറയുന്നതാണ് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ അതിന്റെ പേരിൽ മാത്രമേ ക്രിസ്ത്യനേ ഉള്ളൂ. ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യനേ അല്ല, അവർ കറക്റ്റ് ഒരു റൈറ്റ് വിങ് പാർട്ടിയാണ്. ആ ഒരു പാർട്ടി ലഡ് ചെയ്യണത് ഫ്രീഡിഷ് മേറ്റ്സ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ്. ഇപ്പൊ ഈ പുള്ളിക്കാരന്റെ ഒരു ചിന്താഗതിയിൽ ഇമിഗ്രൻസിന്റെ അളവ് കുറയ്ക്കണം, പിന്നെ അസൈലത്തിന്റെ അളവ് കുറയ്ക്കണം, അസൈലം കൊടുക്കുന്നത് കുറയ്ക്കണം, ക്രൈറ്റീരിയാസ് കൂട്ടണം എന്നൊക്കെയുള്ളതാണ് ഈ പുള്ളിക്കാരന്റെ ഒരു നയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ദി ഗ്രീൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ദ ഗ്രീൻസ് അവര് ലഡ് ചെയ്യണത് റോബർട്ട്
ഹാബിക് അങ്ങനെയാണ് പുള്ളിക്കാരൻ്റെ പേര്. ആ പുള്ളിക്കാരനും വേറൊരു പുള്ളിക്കാരിയും കൂടിയിട്ടാണ് ഈ പറഞ്ഞ പാർട്ടി ലീഡ് ചെയ്യണത്. അതുപോലെ തന്നെ ഇവരുടെ ലക്ഷ്യം എന്ന് പറയണത് നമ്മുടെ 2021 കോവിഡ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ ഒരു ക്രൈസിസിനെ മറികടക്കാനായിട്ട് വേറെ ആൾക്കാരിനെ ഇമിഗ്രേഷൻസിനെ എൻകറേജ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എക്കണോമിക് ക്രൈസിസ്, ഈ പറഞ്ഞ പോലെ തന്നെ വിൻഡ് മിൽസ് അല്ലെങ്കിൽ റിന്യൂവബിൾ റിസോഴ്സസ് റീസൈക്ലിങ്ങിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂട്ടുക എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു പാർട്ടിയുടെ ലക്ഷ്യമായിരുന്നത് കേട്ടോ. ഇനി അടുത്തത് പറയണതാണ് ഫ്രീ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്നത്. പാർട്ടി നയിക്കുന്ന പുള്ളിക്കാരന്റെ പേര് ക്രിസ്റ്റ്യൻ ലിൻഡർ എന്നാണ് കേട്ടോ. അപ്പൊ ഈ ഒരു പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നതും ഏകദേശം ഇൻഡിവിജ്വൽ ഫ്രീഡം, അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് പോളിസീസ് കുറച്ചും കൂടെ ലിബറൽ ആക്കുക, GDPRന്റെ കാര്യങ്ങൾ കുറച്ചും കൂടി ലിബറൽ ആക്കുക എന്നൊക്കെയുള്ളതാണ് കേട്ടോ ഈ ഒരു ഫ്രീ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ടുള്ള പാർട്ടിയാണ് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ വളരെയധികം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള പാർട്ടി കേട്ടോ. നമ്മുടെ എലോൺ മസ്ക് വരെ ട്വീറ്റ് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്ത പാർട്ടിയാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അടുത്ത ആ ഒരു പാർട്ടിയുടെ പേരാണ് ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഫോർ ഡോയ്ച്ച്ലാൻഡ് എന്ന് പറയുന്ന പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാർട്ടി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ഫാർ റൈറ്റ് പാർട്ടി എന്നാണ് ഈ ഒരു പാർട്ടീനെ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു പാർട്ടിയെ നയിക്കുന്നത് ആലിസ് ഫൈഡൽ എന്ന് പറഞ്ഞ പുള്ളിക്കാരിയാണ്. അപ്പൊ ഈ ഒരു പാർട്ടിയുടെ നയതന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എലോൺ മസ്ക് വരെ ട്വീറ്റ് ചെയ്യാനായിട്ടുള്ള കാരണം അവരെ സപ്പോർട്ട് ചെയ്ത്. മെയിനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്റി ഇമിഗ്രേഷൻ ആക്ട്, അതുപോലെ തന്നെ യൂറോസെപ്റ്റിക് പോളിസീസ് എന്നുള്ള പോളിസികളൊക്കെയാണ് കേട്ടോ ഇത് മെയിനായിട്ട് ഈ ഒരു പാർട്ടീനെ ഹൈലൈറ്റ് ചെയ്യാനുള്ള കാരണം. അവർ എന്തുകൊണ്ടാണ് നമ്മൾ ഫാർ റൈറ്റ് പാർട്ടി എന്ന് പറയണതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നയങ്ങൾ തന്നെ വളരെയധികം എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള നയങ്ങളാണ് കേട്ടോ. അവരുടെ മെയിൻ ആയിട്ടുള്ള വാഗ്ദാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ക്യാമ്പയിനിങ്ങിൽ തന്നെ കാണിച്ചൊരു സെറ്റപ്പാണ് കേട്ടോ. അവരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജർമ്മനിയിലുള്ള ജർമ്മൻ വോട്ടേഴ്സിന് അവർ കൊടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് പോലത്തെ സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ അവർ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പാർട്ടി റൂളിങ്ങിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിൽ എഴുതിയേക്കണ പോലെ നമ്മുടെ ഇമിഗ്രൻസ് ആയ ആൾക്കാരെ എല്ലാവരും തിരിച്ചയക്കുന്നതാണ് കേട്ടോ. മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് മുസ്ലിംസിനെയാണ്. അപ്പോൾ അവിടെ മുസ്ലിംസിനെ വേണ്ട എന്നാണ് നമ്മുടെ ഈ ഒരു ആൾക്കാർ പറയണത്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീവ്രവാദം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ മെയിനായിട്ടുള്ള ഒരു ഘടകമായിട്ട് ഉൾപ്പെടുത്താൻ കേട്ടോ. ഇതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മാഗ്ഡബർഗിൽ റീസെൻ്റ് ആയിട്ടൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. നമ്മുടെ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് ഒരു പുള്ളിക്കാരൻ, ഒരു സിറിയക്കാരൻ വണ്ടി ഇടിച്ച് കയറ്റിയുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മെയിനായിട്ട് വന്ന കാരണമാണ് ഈ ഒരു പാർട്ടി ഇത്ര സ്ട്രോങ് ആയിട്ട് പറയണേ നമുക്ക് ഇവിടെ ഇമിഗ്രൻസിനെ വേണ്ട. ഈ ഒരു റീ ഇമിഗ്രേഷൻ എന്നാണ് അവർ പറയണത്. റീ ഇമിഗ്രേഷൻ എന്ന് പറയാൻ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കറൻ്റ്ലി അസൈലമായിട്ടുള്ള ഇമിഗ്രൻസ് അല്ല, ജർമ്മൻസ് അല്ലാത്തവരെ തിരിച്ച് അവരവരുടെ നാട്ടിലോട്ട് പറഞ്ഞു വിടുക എന്നുള്ള ലക്ഷ്യമാക്കിയിട്ടാണ് കേട്ടോ AFD എന്ന് പറഞ്ഞ പാർട്ടി പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ രണ്ടാമത്തെ ഒരു അട്രാക്ഷൻ നേടിയ ഒരു പോളിസിയാണ് അവർ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് മാറിയിട്ട് ജർമ്മനിക്ക് മാത്രമായിട്ട് ഒരു കറൻസി ഉണ്ടാക്കണം. ആ ഒരു കറൻസിയുടെ പേര് ഡോയ്ഷെ മാർക്കോ അങ്ങനത്തെ എന്തോ ഒരു കറൻസിയാണ് അവർ ഉദ്ദേശിക്കുന്ന കറൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോളിസീസ് ഒക്കെയാണ് ഈ പറഞ്ഞ AFDയുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെ കാരണമാണ് ഇപ്പോൾ കറന്റ്ലി AFD റൂളിംഗ് പാർട്ടി അല്ല എന്നുണ്ടെങ്കിലും ആൾക്കാരുടെ ശ്രദ്ധ നേടിയ മെയിൻ കാരണം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത പാർട്ടിയാണ് ദി ലിങ്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ കറന്റ്ലി പോപ്പുലാരിറ്റി കുറഞ്ഞു വരികയാണ്. അപ്പോൾ അവരുടെ ഈ പറഞ്ഞ എന്താ പറയുക ഫോക്കസ് എന്ന് പറയുന്നത് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ സോഷ്യൽ ഇക്വാലിറ്റി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ കറന്റ്ലി അവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ടൊരു പാർട്ടി വന്നിട്ടുണ്ട്, സാറ വാഗ്നറ്റ്സ് പാർട്ടി എന്ന് പറഞ്ഞത് കേട്ടോ. ആ ഒരു പുള്ളിക്കാരി ഇതിന് മുന്നേ വേറൊരു പാർട്ടിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആളുടെ തന്നെ പുതിയതായിട്ടുള്ള ഒരു പാർട്ടി തുടങ്ങിയേക്കണമെന്നാണ്. പക്ഷെ കറന്റ്ലി ഇപ്പോഴും അവർക്ക് അത്യാവശ്യം കുറച്ച് ഏകദേശം ഒരു 4% സീറ്റ്സ് വരെ നമ്മുടെ ഇപ്പോഴത്തെ പാർലമെന്റിലുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ജർമ്മനിയിലുള്ള മെയിൻ പാർട്ടീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു AFDയുടെ നയതന്ത്രങ്ങൾ ശരിക്കും പറഞ്ഞാൽ പേടിപ്പിക്കുന്നതാണ്. നമ്മൾ ജർമ്മനിയിലുള്ള ഇമിഗ്രൻസ് എന്നുള്ള നിലയ്ക്ക് നമ്മളെ വളരെയധികം പേടിപ്പിക്കുന്നതാണ്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ റീ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായ ഇവിടെയുള്ള സാധനങ്ങൾക്കുള്ള വില നല്ല രീതിയിലുള്ള കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ അസൈലമുള്ള ആൾക്കാർ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ഉള്ള ആൾക്കാർ കറൻ്റ്ലി
ഫാമിലി റൺ ചെയ്യണ ബിസിനസ് എല്ലാം തന്നെ ഡൗൺ ആവും. ഇവിടെ കറന്റ്ലി ജർമ്മൻ പോപ്പുലേഷനിലും ഏറ്റവും കൂടുതലുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ മുസ്ലിംസും വേറെ റിലീജിയനും വേറെ കൺട്രിയിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ പറഞ്ഞ ആൾക്കാരെ എല്ലാവരും തിരിച്ച് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറന്റ്ലി ജർമ്മനിയിലുള്ള ആൾക്കാരുടെ എണ്ണം വളരെയധികം കുറയുകയും അതുപോലെ തന്നെ നല്ല കിടിലൻ ക്രൈസിസ് വരാനും നല്ല രീതിയിലുള്ള സാധ്യതയും കാണാനുണ്ട് കേട്ടോ. ഇത്രയൊക്കെ പേടിപ്പിക്കുന്ന പോളിസീസ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ രണ്ട് സ്റ്റേറ്റ്സ്, സാക്സണിയിലെ രണ്ട് സ്റ്റേറ്റ്സിൽ ഏകദേശം ഫസ്റ്റും സെക്കൻഡും പൊസിഷനാണ് കേട്ടോ ഈ ഒരു പാർട്ടിക്കുള്ളത്. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്ന ഏകദേശം 30% വോട്ട്സ് AFDക്ക് തന്നെ നമ്മുടെ കറന്റ് ഗവൺമെന്റിലുണ്ട്. ഇവരുടെ പോളിസീസ് എല്ലാവരും വേറെ പാർട്ടീസിനോടും വികടായി നിന്നാലും ഇവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഭൂരിപക്ഷം ഉള്ള കാരണം ഏതെങ്കിലും ഒരു പാർട്ടിയായിട്ട് കോറിലേഷനിൽ ഏർപ്പെടേണ്ടി വരും ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാനായിട്ട്. ഇപ്പൊ കറന്റ് ജയിക്കുന്ന പറയുന്ന പാർട്ടി നമ്മുടെ CDU എന്ന് പറഞ്ഞ പാർട്ടിയാണ്. അപ്പൊ നമ്മുടെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ എന്ന് പറഞ്ഞ പാർട്ടിയാണ്. അപ്പൊ ആ ഒരു പാർട്ടിയുടെ ചാൻസലർ ആവാൻ നിൽക്കണ പൊസിഷനിലുള്ള ആളായിരിക്കും ചാൻസലർ എന്നാണ് കുറെ ആൾക്കാരുടെ ഒക്കെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ചാൻസലർ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീഡ്രിച്ച് മേറ്റ്സ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും AFD ഭരണത്തിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഏതെങ്കിലും ഒരു പാർട്ടിയായിട്ട് കോറിലേഷനിൽ ഏർപ്പെടേണ്ടി വരും. അപ്പൊ അതിലിപ്പോ CSU ആയാലും വേറെ ഏത് പാർട്ടി എടുത്താലും ഇപ്പോൾ CSUയുടെയും AFDയുടെയും ഏകദേശം പോളിസീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 പോളിസികളിൽ ഏകദേശം നല്ല രീതിയിലുള്ള സിമിലാരിറ്റി ഉണ്ട്. സിമിലാരിറ്റി എന്തിനൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആന്റി ഇമിഗ്രേഷനും റീമൈഗ്രേഷനും ഒക്കെ ഏകദേശം ഈ പറഞ്ഞ CDUവും പറഞ്ഞിട്ടുള്ള പോളിസീസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പാർട്ടീസും നല്ല രീതിയിൽ കോറിലേഷനിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ എന്തൊക്കെയായാലും ഈ ഒരു February 23 ഇലക്ഷൻ കഴിയുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ജർമ്മനിയിലത്തെ അവസ്ഥ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. സോ ഇതൊക്കെയാണ് നമ്മുടെ കറന്റ്ലി ജർമ്മനിയിലുള്ള ഇലക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ. അപ്പൊ നമ്മൾ എന്തായാലും ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് വീഡിയോസിൽ വരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇതുപോലത്തെ വീഡിയോസിന് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം. ശരി എന്നാൽ.